നമസ്കാരം. വിഭാഗ പൊരുത്തം തന്നെയാണ് രണ്ട് ഗ്രഹനിലകളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഏറെ നാളായി വിവാഹിതരായ രണ്ട് ദമ്പതിമാരാണ്. വളരെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ്. നല്ല ജോലി കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ ജാതകം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള ആ ശാസ്ത്രീയ വശം നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാപസംഖ്യ എണ്ണിയുള്ള ആ പൊരുത്ത പരിശോധന എത്രമാത്രം തെറ്റാകുന്നു എന്നുള്ളത് വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രഹനില. അതായത് 16/4/95 ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ്. ചിത്തിര നക്ഷത്രമാണ്. 12:15 AM. ഈ സ്ത്രീ ജാതകത്തിൻ്റെ ലഗ്നം ധനു ലഗ്നമാണ്. ലഗ്നത്തിൽ ഗുളികനുണ്ട്. ലഗ്നമാണ് ധനു. അതേപോലെ 3-ൽ ശുക്രൻ ശനി, 5-ൽ സൂര്യൻ കേതു ബുധൻ, അഷ്ടമത്തിൽ കുജൻ, 11-ൽ ചന്ദ്രനും സർപ്പനും, 12-ൽ വ്യാഴം. ഈ സ്ത്രീ ജാതക പ്രകാരം 6, 8, 10, 12 ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിന് ബന്ധമുണ്ട്. 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അഷ്ടമത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. കർമാധിപനായ ബുധൻ എന്തോ ഭാവാൽ കർമ്മസംബന്ധമായിട്ടുള്ള ഭാവത്തിൻ്റെ അനുഭവം സൂര്യൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് കർമ്മഭാവത്തിനും ആ ഒരു ബന്ധം വന്നിരിക്കുകയാണ്. സൂര്യൻ്റെ ഒരു ബന്ധം, അതും ഒരു വൈദ്യകാരക ഗ്രഹമാണ്. 12-ലേക്ക് വ്യാഴം, അതൊരു സേവന മേഖല. 12 എന്ന് പറയുന്നത് പാപം വ്യയം പതനം മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കണം. അപ്പം ലഗ്നം യഥാർത്ഥത്തിൽ ധനുലഗ്നമാണ്. ലഗ്നാധിപനാണ് വ്യാഴം. ലഗ്നാധിപൻ 12-ലാണ്. പക്ഷേ വൈദ്യമേഖലയ്ക്ക് 12 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗുണം കൊടുക്കും. നമുക്ക് എപ്പോഴും 6, 8, 12 എന്ന് പറയുന്നത് ദോഷസ്ഥാനം. 3, 6, 8, 12 ദോഷസ്ഥാനം, ദുസ്ഥാനം. അതിനെ ആക്ഷേപിച്ച് അതിനെ അങ്ങനെ മോശമാക്കി കണ്ടു പോകേണ്ട ഒരവസ്ഥയല്ല. ജാതകവശാൽ വിവാഹഭാവത്തിന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചില കണ്ടീഷൻസും കൂടി ഈ 6, 8, 12 ഉണ്ട് എന്നുള്ളതാണ്. 6-ാം ഭാവത്തിൻ്റെ ബന്ധവും വ്യാഴത്തിന് വന്നാൽ വൈദ്യമേഖല, നിയമ മേഖല, വൈദ്യമേഖല, ഇത് രണ്ടും നമുക്ക് ചിന്തിക്കാം. അതെന്ന് വെച്ചാൽ 6 തസ്കര, ആരാധി, വിഘ്നാതി, വ്യാധി, ദശ, തനുഷ്യതി മാത്രമല്ല. 6 തസ്കരന്മാർ, കള്ളന്മാർ, വിഘ്നങ്ങൾ, വ്യാധി എന്നുള്ള കാര്യം മാത്രമല്ല. അപ്പോൾ അവിടെ വ്യാധിയെ ചികിത്സിക്കുന്ന വൈദ്യൻ്റെ ഒരു ബന്ധം, അതാണ് ഇവിടെ വ്യാഴത്തിൻ്റെ കാര്യം വന്നത്. എന്തായാലും 7-ാം ഭാവം നോക്കുകയാണെങ്കിൽ, വിവാഹഭാവം നമ്മൾ നോക്കുമ്പോൾ 7-ാം ഭാവത്തിലേക്ക് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. 7-ാം ഭാവത്തിൽ ഒരു ഗ്രഹവും ഇല്ല. 7-ാം ഭാവം ശൂന്യമാണ്. 7-ാം ഭാവത്തിലേക്ക് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല. 7-ാം ഭാവാധിപനായ ബുധൻ 5-ൽ നിൽക്കുന്നു. ആ ബുധനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു. അവിടെ നമുക്ക് രാഹുകേതുക്കളുടെ കാര്യമൊന്നും ഗ്രഹങ്ങളായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അവിടെ പാപസാമ്യത്തിൻ്റെ മാർക്കിടുന്നു. അങ്ങനെയാണെങ്കിൽ ഗുളികന് മാർക്കിടാത്ത എന്താന്ന് പല വീഡിയോസിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഗുളികന് പാപമൂല്യത്തിന് മാർക്കിടുന്നില്ല? ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ 7-ലും 12-ലും 2-ലും ഒക്കെ ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കിട്ടൂടെ? ദോഷമാണ് എന്ന് ചിത്രീകരിക്കുന്നവർക്ക് അത് എന്തുകൊണ്ട് മാർക്കിടുന്നില്ല? അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ 7-ാം ഭാവം ശൂന്യമാണ്. ഭാവത്തിനൊരു അനുഭവക്കുറവുണ്ട്. 7-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നു. ആ ബുധനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു. ശുക്രൻ വിവാഹകാരകനാണ്. ശുക്രന് ശനിയുടെ യോഗം. ഭർത്തൃകാരക ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ പുരുഷ ജാതകം 11/12/89 ജനിച്ച ഒരു പുരുഷ ജാതകം, 6-3 PM. ലഗ്നം ഇടവ ലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രനുണ്ട്. 2-ൽ വ്യാഴം, അവിടെയും വൈദ്യമേഖലയാണ്. ഈ സ്ത്രീ ജാതക പ്രകാരം ഹെമറ്റോളജിസ്റ്റാണ്. സ്ത്രീ ജാതക പ്രകാരം മറ്റേ ആളും അതേപോലെ 2-ലെ വ്യാഴം. 6, 8, 10, 12 ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിനും ബന്ധം വന്നിരിക്കുന്നു. അതുകൊണ്ട് വൈദ്യമേഖലയുടെ ഒരു ബന്ധം അവിടെ വ്യാഴം പിന്നെയും കാട്ടുന്നു. MBBS MD ഉള്ള ഒരാളാണ്. 7-ലെ സൂര്യനും കുജനും. ചൊവ്വ ക്ഷേത്ര ബലവാനാണ് എന്ന് പറയാം. പക്ഷെ അവിടെ സൂര്യനും കൂടി വന്നപ്പോൾ ആ സൂര്യനും കുജനും നല്ല ദോഷം ചെയ്തു. അഷ്ടമത്തിൽ ബുധനും ശനിയും, ശുക്രനും സർപ്പനും 9-ൽ
ഇങ്ങനെയാണ് ഗ്രഹനില. ലഗ്നത്തിൽ ചന്ദ്രനുമുണ്ട്, ഇടവലഗ്നം, 2-ൽ വ്യാഴം, 3-ൽ കേതു, ഗുളികൻ. അപ്പം ഇങ്ങനെയുള്ള ഗ്രഹനിലയ്ക്ക് ഈ ജ്യോതിഷ പ്രകാരം, ഈ നമ്മുടെ പാപസാമ്യം എന്ന് പറയുന്ന അശാസ്ത്രീയ സംവിധാന പ്രകാരം യഥാർത്ഥത്തിൽ പാപമൂല്യം വാല്യുബിൾ ആണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന പാപൻ എന്നാൽ ദോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ പാപനുള്ള ഒരാളിനെ ഇങ്ങനെ പാപനുള്ള ഒരാളിനെ ചേർക്കണം എന്നുള്ളതിൻ്റെ ആ ലോജിക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ലഗ്നം കൊണ്ട് നമ്മൾ 12 ഭാവങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചന്ദ്രനെ കൊണ്ടോ ശുക്രനെ കൊണ്ടോ 12 ഭാവങ്ങൾ ചിന്തിക്കാറില്ല. പിന്നെ ഈ ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചന്ദ്രനെ കൊണ്ട് എന്തിന് ചിന്തിക്കുന്നു? 2, 4, 7, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്ന പാപന്മാരുടെ മാർക്കിടുന്നതിൻ്റെ അവസ്ഥ എന്ത്, ലോജിക്ക് എന്ത്? ഇനി അതേപോലെ ശുക്രനും അതേപോലുള്ള മാർക്കിടുന്നതിൻ്റെ ലോജിക്ക് എന്ത്? ഭാവം അവിടെ ഉണ്ടോ? ശുക്രൻ്റെ 2-ാം ഭാവം, ശുക്രൻ്റെ 4-ാം ഭാവം, ശുക്രൻ്റെ 7-ാം ഭാവം, അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിവാഹഭാവം 7 അല്ലേ? ഈ 2-ൻ്റെയും 4-ൻ്റെയും 12-ൻ്റെയും ഒക്കെ മാർക്ക് എന്താണ് സൂചിപ്പിക്കുന്നത്? ലഗ്നത്തിൽ നിൽക്കുന്ന പാപൻ 7-ലേക്ക് നോക്കും, ഓക്കെ. 7-ൽ നിൽക്കുന്ന പാപനെ വിലയിരുത്തണം. അഷ്ടമം എന്ന് പറയുന്ന അവരവരുടെ ആയുർഭാവം, ഇവിടെ സംഭവിച്ചത് എന്ത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ജാതകത്തിൽ ലഗ്നാൽ അപ്പോൾ 7 നക്ഷത്ര പൊരുത്തം, 7 10-ന് 7 പൊരുത്തം, ഇത് അവർക്ക് എഴുതി കൊടുത്തതിൻ്റെ പേപ്പർ എടുത്ത് ഞാൻ നോട്ട് ചെയ്തതാണ്. നക്ഷത്ര പൊരുത്തം 7 പൊരുത്തം. ഞാൻ നക്ഷത്ര പൊരുത്തം നോക്കിയിട്ടേ ഇല്ല, കാരണം ഒരു നക്ഷത്രത്തിൻ്റെ പൊരുത്തം, ഇപ്പം ഈ കുട്ടിക്ക് ജനിച്ചിരിക്കുന്ന ചിത്തിര നക്ഷത്രത്തിന് ജനിച്ച അതേ സമയത്ത് അതേ ദിവസം തന്നെ ജനിച്ച മറ്റ് ചിത്തിര നക്ഷത്രക്കാർക്കും ഇതേ ഫലമല്ല. അപ്പം നക്ഷത്രത്തിനെ കൊണ്ടുള്ള പൊരുത്ത പരിശോധനയുടെ ശാസ്ത്രീയത ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് നക്ഷത്ര പൊരുത്തം ഞാൻ നോക്കാറില്ല. ഇനി അതേപോലെ തന്നെ 7 പൊരുത്തം, അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന അവരെ നോട്ട് കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ്? ലഗ്നാൽ പെൺകുട്ടിയുടെ സ്ത്രീ ജാതകത്തിൽ 8-ൽ ഉള്ള പാപന്, സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിലെ പാപന് നും ചന്ദ്രാൽ 7-ലുള്ള കേതുവിനും ഉള്ള ദോഷത്തിന്, സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിലുള്ള ചൊവ്വയ്ക്കും, അഷ്ടമത്തിൽ പാപൻ എന്നല്ല, അഷ്ടമത്തിലുള്ള ചൊവ്വയ്ക്കും ചന്ദ്രാൽ 7-ലുള്ള കേതുവിനും പരിഹാരമായിട്ട് പുരുഷ ജാതകത്തിൽ ലഗ്നാലും ചന്ദ്രാനുമുള്ള പാപൻ കുജൻ പരിഹാരമാകുന്നു എന്നാണ്. ഇവിടെയാണ് നമുക്ക് തെറ്റിയത്. കാരണം സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിലെ ചൊവ്വയെ ഇവിടെ നമുക്ക് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കുട്ടി ജനിച്ചത് തന്നെ ചൊവ്വാദശയാണ്, ആ ദശാകാലം വരുന്നില്ല. മാത്രമല്ല ആ 8-ൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് സ്ത്രീ ജാതകത്തിൽ ഭർത്താവിൻ്റെ ആയുസ് ഒരിക്കലുമല്ല. അതിന് പകരമായിട്ട് 7-ൽ ഒരു പാപൻ നിൽക്കുന്ന പുരുഷനെ അല്ല ചേർക്കേണ്ടത്. ഇവിടെ 7-ാം ഭാവം ശൂന്യമാണ്. 7-ാം ഭാവത്തിനും ഭാവാധിപനും കുറച്ച് വിലക്കുറവ് ദോഷം ഇവിടെ ഉള്ളതിന് 7-ൽ സൂര്യനും ചൊവ്വയുമുള്ള പുരുഷ ജാതകം ചേർത്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം തെറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക്, അഷ്ടമം എന്ന് പറയുന്നതിന് 7-ലെ 7 എന്നുള്ളത് വിവാഹഭാവത്തിൽ ഒരു പാപനെ കൊണ്ട് നിർത്തിയുള്ള പൊരുത്തം എത്രമാത്രം തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു ജാതകമാണ്. 2 പേരും അത്യാവശ്യം നല്ല വിവരമുള്ളവരാണ്. ഹയർ സ്റ്റഡീസും ഒക്കെ കഴിഞ്ഞു, നല്ല പൊസിഷനുള്ള ജോബിൽ ഇരിക്കുന്നവരാണ്, ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്നതാണ്. ഞാൻ അവരുടെ ഏത് ഹോസ്പിറ്റലിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം അവരെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ജാതകത്തിൻ്റെ ഉടമകളെ തിരിച്ചറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പം ധനു ലഗ്നവും ലഗ്നത്തിൻ്റെ 7-ാം ഭാവം ശൂന്യമായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് 7-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുദ്ധിമുട്ടുള്ള ശൂന്യതയുള്ള ഒരു ഗ്രഹനിലയ്ക്ക് 7-ാം ഭാവത്തിന് ബലവാനായിരിക്കുന്ന ചൊവ്വ ഉത്തമമാണ്. പക്ഷേ അവിടെ സൂര്യനും കൂടി വന്നപ്പോൾ ആ ദോഷത്തിന് കാഠിന്യം കൂടി. ഇവിടെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ പൊരുത്ത പരിശോധനയുടെ അശാസ്ത്രീയം. എങ്ങനെയാണ് ഈ പെൺകുട്ടിക്കുള്ള പുരുഷജാതകം വേണ്ടുന്നത്? 7-ാം ഭാവാധിപൻ ബലവാനായിരിക്കണം, ശുക്രൻ ബലവാനായിരിക്കണം, അതേപോലെ സന്താനഭാവം, വിവാഹഭാവം, ഇതിനെല്ലാം ഉത്തമ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഇവർക്ക് ദൈവം അനുകൂലിച്ച്
2 3 വർഷം ഇവർ ഒന്നിച്ച് താമസിച്ചു. പക്ഷേ ഇവർ വേർപിരിയുന്ന അവസ്ഥയിലെത്തി. അതേപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞിട്ട് 6 7 വർഷമായി. പക്ഷേ വേർപിരിഞ്ഞു. സന്താനങ്ങളുമില്ല. സന്താനങ്ങളില്ലാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, സ്ത്രീ ജാതകത്തിൽ 5ലേക്ക് ശനിയുടെ ദൃഷ്ടി. സ്ത്രീ ജാതകത്തിൽ 5ലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. 5ാം ഭാവാധിപനായ ചൊവ്വ. ഇവിടെ നമുക്ക് സ്ത്രീ ജാതകത്തിൽ എപ്പോഴും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ബലവാനായിരിക്കണം. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ഒരു നീചാവസ്ഥയുണ്ട്. പ്രഗ്നൻസി ഒക്കെ വന്നാലും ഒരു ബ്ലീഡിങ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഗ്രഹമാണ്. അത് നീചാവസ്ഥയിൽ വരുമ്പം അങ്ങനെ ഒരു ചാൻസ് നമുക്ക് പറയാം. പിന്നെ മാത്രമല്ല, അഷ്ടമത്തിൽ പോയി. 5ാം ഭാവാധിപൻ അഷ്ടമത്തിൽ, 5ലേക്ക് ശനിയുടെ ദൃഷ്ടി. അതേപോലെ വ്യാഴം സന്താനകാരകനാണ്. വ്യാഴം ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അതൊക്കെ കൊണ്ടാകാം. അതൊന്ന്. രണ്ടാമത്, ഈ പുരുഷ ജാതകത്തിൽ 5ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി. അവിടെയും 5ാം ഭാവാധിപന് ബുധന് ശനിയുടെ യോഗം. 5ലേക്ക് ശനിയുടെ ദൃഷ്ടി. വ്യാഴത്തിന് ശനിയുടെ ഒരു ദൃഷ്ടി, സന്താനകാരകൻ. അതൊക്കെ കൊണ്ടാകാം സന്താനം അനുഭവ യോഗമുണ്ട് 2 പേർക്കും. പക്ഷെ താമസിക്കാനുള്ള സാഹചര്യവും ഒക്കെ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിവാഹഭാവം 7ആണ്. ഈ 2 ലഗ്നം 2 ലഗ്നമായിക്കോട്ടെ, ലഗ്നത്തിലെ പാവനെ നമുക്ക് കലക്കിലെടുക്കണം. പക്ഷെ 2 4 8 12 അവിടെയൊക്കെ നിൽക്കുന്ന പാവനെ കൂട്ടി ആ പാവനെക്കാട്ടിലും കൂടുതൽ പാവനുള്ള ഒരു പുരുഷനെ വേണമെന്ന് പറയുന്നതാണോ ലോജിക്ക്? വിവാഹഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏത്? വിവാഹഭാവത്തിൻ്റെ അവസ്ഥ എന്ത്? സന്താനഭാവം 5 നോക്കുന്നില്ല, 5ലേക്ക് വരുന്നില്ല. നമ്മളെ 2 4 7 8 12 എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവിടേക്ക് നമ്മൾ മറ്റ് വേണ്ടുന്ന ഭാവത്തിനെ ശ്രദ്ധിക്കുന്നില്ല. 5ാം ഭാവം സന്താനഭാവം, ഭാവത്തിൻ്റെ അധിപന്മാരായ ഗ്രഹം എങ്ങനെ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹമേ ഇവിടെ. ദൃഷ്ടിക്കൊന്നും ഇവിടെ ഭാവചിന്തന പൊരുത്ത പരിശോധനയ്ക്കകത്ത് ദൃഷ്ടി എന്ന് പറയുന്ന കാര്യമേ നോക്കുന്നില്ല. വ്യാഴം ദൃഷ്ടി ചെയ്യുന്നിടം ദോഷമില്ല എന്ന് പറയുന്നു. അതേസമയം ശനിയും കുജരും ദൃഷ്ടി ചെയ്യുന്നിടം ദോഷമില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെയാണ് ലോജിക്കില്ലായ്മ. പിന്നെ സ്ത്രീ നക്ഷത്രത്തിൽ നിന്ന് പുരുഷന്റെ നക്ഷത്രത്തിൽ എണ്ണി നക്ഷത്ര പൊരുത്തം പറയുന്നു. എന്തുകൊണ്ട് പുരുഷന്റെ നക്ഷത്രത്തിൽ നിന്ന് സ്ത്രീ നക്ഷത്ര എണ്ണി പറയുന്നില്ല? ഇതൊക്കെ നമുക്ക് ഒരു പൊരുത്തക്കേടിൻ്റെ ഘടകങ്ങളാണ്. അതൊക്കെ നമുക്ക് നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഗ്രഹനിലയുടെ ദോഷം, ഈ തരത്തിൽ പാപമൂല്യം നോക്കിയത്, ശാസ്ത്രം ഇതാണ് എന്ന് പറയുന്ന പാപമൂല്യം നോക്കിയവർ എന്തുകൊണ്ട് ഇവിടെ പരാജിതരായി എന്നുള്ളതും കൂടി നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടതാണ്. കാരണം 7ാം ഭാവത്തിന് ബലക്കുറവുള്ള ഒരു സ്ത്രീ ജാതകത്തിന് ഭയങ്കര കടുത്ത ദോഷത്തിന് 8ൽ നിൽക്കുന്ന ചൊവ്വയെ നോക്കിക്കൊണ്ട്, വിവാഹഭാവത്തിന് ശ്രദ്ധിക്കാതെ 8ൽ നിൽക്കുന്ന ചൊവ്വയെ നോക്കിക്കൊണ്ട് 2 പാവന്മാരെ 7ൽ നിൽക്കുന്ന പുരുഷ ജാതകത്തിനെ ചേർത്തത് വളരെ ശാസ്ത്രീയമായിട്ട് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഗ്രഹനിലയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത്.